ഹലോ സ്റ്റുഡൻസ്, അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സിറിയ കി ബേട്ടിയാണ്. മൈത്രേയി കുൽക്കർണി എഴുതിയേക്കുന്ന ഈ ഒരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടർക്കി കാ വഹ് എയർപോർട്ട് ഠസാ ഠസ്ത, അതായത് ടർക്കിയിലുള്ള ആ ഒരു എയർപോർട്ട് വളരെ ക്രൗഡഡ് ആയിരുന്നു, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇസ് ഭീഡ് മേം ഫ്ലൈറ്റ് കി ഇന്റസാർ മേം 7 ഘണ്ടെ ബീത് ചുക്കി തി, അതായത് ഈ ഒരു തിരക്കില് ഫ്ലൈറ്റ് കാത്തിരുന്ന് 6-7 മണിക്കൂറുകൾ തന്നെ കടന്നുപോയി. मुझे समझ आने लगा था कि जगह तो इस ഫ്ലൈറ്റ് മേ ബി നെഹി മിൽനെ വാലി, എനിക്ക് അറിയാമായിരുന്നു എനിക്ക് അടുത്ത ഇനിയുള്ള ഫ്ലൈറ്റിലും എനിക്ക് കിട്ടുകയില്ല, സ്പേസ് കിട്ടുകയില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. ജഗഹ് നെഹി മിലേഗ, അതായത് അടുത്ത ഫ്ലൈറ്റിലും എനിക്ക് ചാൻസ് ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു. ഓർ അഗ്ലി ഫ്ലൈറ്റ് 24 ഘണ്ടെ ബാദ് മിലേഗി, അടുത്ത ഫ്ലൈറ്റ് 24 മണിക്കൂറുകൾക്ക് ശേഷമാണ്. ഇസ് ഫ്ലൈറ്റ് മേ പെഹ്ലെ സെ ഹി കുച്ച് ന കുച്ച് അഡ്ചൻ ആ രഹി തി, ഈ ഫ്ലൈറ്റിൽ ആദ്യം മുതൽ തന്നെ എന്തൊക്കെയോ ചെറിയ കുഴപ്പങ്ങൾ വന്നുകൊണ്ടിരുന്നു. ടർക്കി ആനെ ജാനെ മേ 9-10 ഘണ്ടെ ലഗ്തെ ഹെ, ടർക്കിയിൽ വന്നു പോകാനാണെങ്കിൽ ഏകദേശം 9-10 മണിക്കൂറുകൾ പിടിക്കും. ഇസ് ബാർ പൂരെ ഏക് ദിൻ ലഗ് ഗയാ താ, ഇത്തവണ വന്നപ്പോൾ ഏകദേശം ഒരു ദിവസം തന്നെ എടുത്തു. മേരെ പൂരെ ശരീർ മേ ടൂട്ടൻ ഥി, അതായത് എന്റെ ശരീരം മുഴുവനും വേദനിക്കുന്നുണ്ടായിരുന്നു, പെയിൻ ആയിരുന്നു. ആക്കഡ് ഗയാ താ, വളരെയധികം ടയേർഡായി. ഏക് അനിശ്ചിതത ബനി ഹുയി തി, എന്തോ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. ഇസ്ലിനെ ധക്കാൻ കോ ഓർ ബഡാ ദിയ, അതുകൊണ്ട് തന്നെ എന്റെ ക്ഷീണം ഒന്നുകൂടി കൂടിയതായി എനിക്ക് തോന്നി. അജബ് സി ബോരിയത് നെ മുझे ഘേർ ലിയാ താ, ഒരു വിചിത്രമായ വിരസത എന്നെ ചുറ്റുന്നത് പോലെ എനിക്ക് തോന്നി. ഊപ്പർ സെ വിമാൻ ലേറ്റ് പർ ലേറ്റ് ഹോത്തെ ജാ രഹേ തെ, അത് കൂടാതെ വിമാനമാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. മേരെ പാസ് ടർക്കി കി വിസ ബി നഹി താ, എന്റെ കയ്യിലാണെങ്കിൽ ടർക്കിയുടെ വിസയുമില്ല. കി കഹി ബാഹർ ജാക്കർ ഘൂം ഹി ആവോ, അതായത് പുറത്ത് എവിടെയെങ്കിലും പോയി ഒന്ന് ചുറ്റി തിരിഞ്ഞു വരാനായിട്ട് എന്റെ കയ്യിലാണെങ്കിൽ ടർക്കിയുടെ വിസയും ഇല്ല. മുझे 24 ഘണ്ടെ ഗുസാർനെ थे, അതായത് എനിക്ക് ഏകദേശം 24 മണിക്കൂറുകൾ ഇവിടെ തന്നെ കഴിച്ചു കൂട്ടണമായിരുന്നു. ഫോൺ കി ബാറ്ററി ഖത്തം ഹോഗി, അങ്ങനെ എന്റെ ഫോണിന്റെ ബാറ്ററിയും തീർന്നു. ഊപ്പർ ഇന്റർനെറ്റ് ബി കാം നഹി കർ രഹാ താ, അത് കൂടാതെ എന്റെ നെറ്റും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. उस पर इंटरनेट भी काम नहीं कर रहा था कि घर पर आई बाबा को बता दूं कि मैं यहाँ इस എയർപോർട്ട് में बैठी हूँ, അതായത് ഇന്റർനെറ്റ് വർക്ക് ചെയ്യാതെ എനിക്ക് വീട്ടിലെ എൻ്റെ പാരൻസിനെ, അതായത് എൻ്റെ അമ്മയെയും അച്ഛനെയും ബാബയെയും വിളിച്ച് അവരോട് പറയാനോ ഞാൻ ഈ ടർക്കി എയർപോർട്ടിൽ ഇരിക്കുന്നുണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. മേനെ വഹീം ആസ്പാസ് കി ദുക്കാനോം പർ വൈഫൈ കെ ബാരെ മേ തഫ്തീഷ കി, അതായത് ഞാൻ അവിടെ അടുത്തുള്ള കടകളിൽ പോയിട്ട് വൈഫൈയെ കുറിച്ച് അന്വേഷിച്ചു. മഗർ കോയി രാസ്ത നിക്കല, പക്ഷെ ഒരു വഴിയും ഉണ്ടായില്ല. അബ് വിമാൻ കെ ആനെ കാ ഇന്തസാർ കർണേക്ക് അലാവ മേരെ പാസ് കോയി ചാര നഹി, ഇനിയിപ്പോ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ പ്ലെയിൻ വരുന്നത് വരെ ഞാനിവിടെ കാത്തിരിക്കണം, അതുകൂടാതെ എന്റെ മുന്നിൽ വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അബ് വിമാൻ കെ ആനെ കെ ഇന്തസാർ കർണേക്ക് അലാവ മേരെ പാസ് കോയി ചാര നഹി താ, ഇനിയിപ്പോ വിമാനം വരുന്നത് വരെ ഞാനിവിടെ കാത്തിരിക്കുക, അതല്ലാതെ എന്റെ മുന്നിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ഇസി സമയം മേനെ പാനി പീനെ കെ ലിയെ ബോത്തൽ കി തരഫ് ഹാത്ത് ബട്ടായാ തോ പായാ കി ബോത്തൽ മേ പാനി നഹി, ആ സമയത്താണ് എനിക്ക് ഒരുപാട് ദാഹം തോന്നിയത്. ഞാൻ എൻ്റെ ബോട്ടിൽ, വെള്ളം കൊണ്ടുപോകുന്ന ബോട്ടിലിന്റെ അടുത്തേക്ക് എൻ്റെ കൈ നീട്ടിയപ്പോൾ കണ്ടു എൻ്റെ വാട്ടർ ബോട്ടിലില് വെള്ളമില്ല.
4-5 दुकानों के बीच एक छोटे से കഫേ दिखाई दिया. അങ്ങനെ 4-5 കടകളുടെ ഇടയിൽ ഒരു ചെറിയ കഫേ കണ്ടു. मैंने वहां से पानी की एक बोतल उठा ली. ഞാൻ അവിടെ നിന്ന് വെള്ളത്തിന്റെ ഒരു കുപ്പി ഒരു ബോട്ടിൽ എടുത്തു. पैसे देने के लिए काउंटर के पास गई तो पता चला कि मेरे कार्ड नहीं चलेगा. അതായത് പൈസ അതിന്റെ പണം കൊടുക്കാനായിട്ട് കൗണ്ടറിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത് എന്റെ കാർഡ് അവിടെ വർക്ക് ചെയ്യുന്നില്ല. അച്ഛാ ഹുവാ കി മേനെ തബ് തക് ബോത്തൽ ഖോലാ നഹി. നന്നായി ഞാൻ ആ ബോട്ടിൽ എന്തായാലും തുറന്നിട്ടുണ്ടായിരുന്നില്ല. മേനെ ഉസെ ദൂസരെ കാർഡ് പേഷ് കിയ. അപ്പൊ ഞാൻ എന്റെ പേഴ്സിലുണ്ടായിരുന്ന മറ്റൊരു കാർഡ് എടുത്തിട്ട് അവിടെ കൊടുത്തു. വഹ് ബി നഹി ചൽ രഹ. അതും വർക്ക് ചെയ്യുന്നുണ്ടായില്ല. മേരെ പാസ് തോ ഉത്ന കേഷ് ബി നഹി ഥി. എന്റെ കയ്യിലാണെങ്കിൽ അധികം കറൻസിയും ഉണ്ടായിരുന്നില്ല. മേനെ സോച്ച ചലോ പാനി നഹി പീത്തെ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ന് ഇനിയിപ്പോ വെള്ളം കുടിക്കണ്ട എന്ന് തന്നെ തീരുമാനമെടുത്തു. മേനെ ബോത്തൽ വാപ്പസി ദുക്കാൻ പർ രഖി. ഞാൻ ആ ബോട്ടില് തിരിച്ച് ആ ഷോപ്പിൽ തന്നെ വെച്ചു. ഓർ യഹ് സോച്ചത്തെ വാപ്പസ് ചലനെ ലഗി. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തിരിച്ചു വന്നു. കി മേനെ യാത്ര കേലിയെ യഹി ദിൻ ക്യോം ചുന. ഞാൻ എന്തിനു ഈ ദിവസം തന്നെ യാത്രക്കായി തിരഞ്ഞെടുത്തു എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് നടന്നു പോന്നു. ഏക് ജഗഹ് ബൈഠ് ഗയി. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് വന്നിരുന്നു. സോസ്തി രഹി ഓർ യഹാം വഹാം ദേഖ്തി രഹി. അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് അവിടെ ഇവിടെയൊക്കെ നോക്കി ഇരുന്നു. ഇത്തനെ മേ മുझे लगा जैसे मेरे कंधे पर किसी ने हाथ रखा है. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്റെ തോളത്ത് ആരുടെയോ കൈകൾ ചലിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോ മേനെ മുടുക്കെ ദേഖ. അപ്പോ ഞാൻ തിരിഞ്ഞു നോക്കി. മേരെ പീച്ചേക്ക് ലടുക്കി ഖടിത്തി. എന്റെ പുറകിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ബേഹദ് സുന്ദർ. വളരെ സുന്ദരിയായിരുന്നു അവൾ. ഓവർകോട്ട് പെഹനെ. ഒരു ഓവർകോട്ട് ധരിച്ചിരുന്നു. ഉസ്കാ ചെഹ്റ ബർ ഖുലാത്ത. അവളുടെ മുഖം നല്ല തെളിഞ്ഞ മുഖമായിരുന്നു. വഹ് ഏക് സഫേദ് ബുർക്ക പെഹ്നീത്തി. നല്ല വെളുത്ത ഒരു ബുർക്ക അവൾ ധരിച്ചിരുന്നു. വഹ് ശാന്ത് ഥി. വളരെ ശാന്തമായിരുന്നു അവളുടെ മുഖഭാവം. ഓർ ഉസ്കെ ആംഖേ മേ ഏക് ഹസി ഥി. അവളുടെ കണ്ണുകളിൽ ഒരു ചിരി ഉണ്ടായിരുന്നു. ഇസ് ഹസി പർ ഏക് ക്ഷൺ കെ ലിയെ മേ സബ് ഭൂൽ ഗയ. ആ ഒരു ചിരിയിൽ, ആ കണ്ണുകളിലുള്ള അവളുടെ ആ ചിരിയിൽ ഞാൻ എല്ലാം തന്നെ മറന്നുപോയി. ഉസ്നെ അപ്നെ പാനി കി ബോത്തൽ മേരെ തരഫ് ബഡായി. അവൾ അവളുടെ കയ്യിലിരുന്ന വെള്ളത്തിന്റെ ബോട്ടിൽ എന്റെ നേർക്ക് നീട്ടി. ടേക്ക് ഇറ്റ്സ് ഫോർ യു. ഉസ്നെ കഹ. ഇത് നിങ്ങൾക്കുള്ളതാണ് എന്ന് അവൾ എന്നോട് പറഞ്ഞു. മുझे സൂചാ നഹി കി ക്യാ ബോലു. എനിക്ക് തിരിച്ച് എന്താണ് പറയേണ്ടത് എന്ന് അറിയില്ലായിരുന്നു. മേ സിർഫ് ഹസ്കർ താങ്ക് യു ബോലി. ഞാൻ ചിരിച്ചിട്ട് അവളോട് താങ്ക് യു മാത്രം പറഞ്ഞു. പാനി കാ ഏക് ഘൂണ്ട് ലിയ. ഒരു കവിൾ പാനി അല്ലെങ്കിൽ ഒരു കവിൾ വെള്ളം ഞാൻ കുടിച്ചു. പാനി കെ ഉസ് ഘൂണ്ടിനെ और उसकी हंसी ने या दोनों ने मिलकर मुझे एक मीठे एहसास से भर दिया था. അതായത് ആ ഒരു കവിൾ വെള്ളവും അവളുടെ ആ ചിരിയും, ഇത് രണ്ടും ഒരുമിച്ച് എനിക്കൊരു മധുരകരമായ ഒരു എഹസാസ്, അതായത് ഒരു മധുരകരമായ ഒരു മധുരതരമായ അനുഭൂതി എന്നോ ഒരു സ്വീറ്റ് ഫീലിംഗ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഫീലിംഗ് ആണ് എഹസാസ്. മേ ഉസ്കെ സാത്ത് ജാക്കർ ബൈഠ് ഗയി. ഞാൻ അവളോടൊപ്പം പോയിരുന്നു. ഉസ്കെ ബാജു മേം എക് ഛോട്ടാ ബച്ചാ താ. അവളുടെ അടുത്ത് തന്നെ ഒരു ചെറിയ കുഞ്ഞുണ്ടായിരുന്നു. ഉസ്കെ ആഖേ കലിയാൻ കി തരഹ് ഉബ്രി ഹുയി തി. ആ കുഞ്ഞിന്റെ കണ്ണുകൾ ചെറിയ പൂമൊട്ടുകൾ പോലെ ഇരുന്നു. ഉസ്നെ ബി ഏക് ഓവർകോട്ട് പെഹനാ താ. അവനും ഒരു ഓവർകോട്ട് ധരിച്ചിരുന്നു. ഉസ്കി ആംഖേ അൻവരത് ഇധർ ഉധർ ദേഖ്തി ഡോൾ രഹി തി. അവന്റെ കണ്ണുകളും അവിടെയും ഇവിടെയും എല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മേനെ യോഹി പൂച്ച കി ആപ് കഹാം ജാ രഹി ഹോ. ഞാൻ വെറുതെ അവളോട് ചോദിച്ചു, താങ്കൾ എവിടെയാണ് പോകുന്നത്? വഹ് ബോലി സിറിയ ജാ രഹി ഹു. അവൾ പറഞ്ഞു, സിറിയയിലേക്ക് പോവുകയാണ്.
അപ്നെ മാതാപിതാ കെ പാസ് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്കാണ് അവൾ പോകുന്നത്. ഇസ് ജഗഹ് കാ നാം സുൻതേ ഹി മേരെ മാഥേ പർ ബൽ പട് ഗയേ. അതായത് ആ സ്ഥലത്തിന്റെ സിറിയ എന്നുള്ള ആ നാമം, ആ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ തലവേദന എടുക്കുന്നത് പോലെയോ തലയ്ക്ക് എന്തോ ഭാരം പോലെയോ എനിക്ക് തോന്നി. ഏൻ യുദ്ധ സമയ യഹ് വഹാം ക്യോം ജാ രഹേ ഹെ. അതായത് ഈ ഒരു യുദ്ധത്തിന്റെ സമയത്ത് അവൾ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? ക്യാ കോയി ഏസാ ജാത്താ ഹെ. ആരെങ്കിലും ഇങ്ങനെ പോകുമോ? ഷായദ് യഹ് സവാൽ മേരെ ചെഹരെ പർ ഛലക് ഉഠാ था. എനിക്ക് തോന്നുന്നു എന്റെ മുഖത്തും ഈ ഒരു ചോദ്യം പ്രസക്തമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. വഹ് ബോലി. അപ്പോൾ വേഗം അവൾ പറഞ്ഞു, മാ കി തബിയത്ത് ടീക് നഹി ഹെ. അപ്പോൾ അവൾ അതിന് ആ ഒരു ചോദ്യം എന്ന നിലയിൽ അതിന് ഉത്തരമായി പറഞ്ഞു, അമ്മയുടെ ആരോഗ്യം ശരിയല്ല, അതുകൊണ്ടാണ് പോകുന്നത്. മേ ജാऊंगी तो कुछ मदद हो जाएंगी. ഞാൻ പോയാൽ എൻ്റെ അമ്മയ്ക്ക് അതൊരു ഹെൽപ്പ് ആവും. മേ ജോ ബി സോച്ച് രഹി തി വഹ് ജാൻതി ചലി ജാ രഹി തി. ഞാൻ എന്തൊക്കെ ആലോചിക്കുന്നു എന്ന് അവൾക്ക് അറിയാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. മേരെ ബിനാ കുച്ച് പൂച്ചേ വഹ് ബത്താ രഹി തി. ഞാൻ ഒന്നും ചോദിക്കാതെ തന്നെ അവൾ ഇതെല്ലാം എന്നോട് പറയുന്നുണ്ടായിരുന്നു. तो सोचा और बात करो. അപ്പൊ ഞാൻ വിചാരിച്ചു അവളോട് ഇനിയും സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഉസ്കെ ആജു ബാജു കെ ഷഹറോ മേ യുദ്ധ കാ ഷോർ താ. അവളുടെ അടുത്തുള്ള ഗ്രാമങ്ങളിലും ടൗണുകളിലെല്ലാം യുദ്ധമുണ്ടായിരുന്നു. ഉസ്കി മാ കാ ഷഹർ യൂ തോ സുരക്ഷിത. പക്ഷെ അവളുടെ അമ്മ താമസിക്കുന്ന ആ ഒരു ടൗൺ സുരക്ഷിതമായിരുന്നു. ശാന്തവുമായിരുന്നു. പർ വഹാം ബി ഡോക്ടർ കെ പാസ് ജാന മുഷ്കിൽ കാം താ. അവിടെ എത്തിയാലും ഡോക്ടറിന്റെ അടുത്തേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. വഹാം കെ ലോക് എക് ഡർ കെ സായമേൻ ജീ രഹേ തെ. അവിടെയുള്ള ആളുകൾ എന്തോ ഒരു ഭയത്തിന്റെ നിഴലിലാണ് ജീവിച്ചിരുന്നത്. ജാനെ കഹാം കബ് ക്യാ ഹോ ജായകെ കൽപ്പന നഹി കർ സക്തെ. അതായത് ഏത് സമയത്ത് എപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും ഓർക്കാനും കൂടി കഴിയാത്ത ഒരു കാര്യമാണ്. അപ്നെ ഘർ ബാർ ചോഡ്കർ ബാഹർ ജാന തോ ഓർ മുഷ്കിൽ താ. തന്റെ വീടും നാടും എല്ലാം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള ഒരു കാര്യമായിരുന്നു. മഗർ ഉസ്നെ ഫിർ ബി തയ് കിയാ കി വഹ് മാ പിതാ കെ പാസ് ജായെങ്കി. എങ്കിലും അവൾ അവിടെ തീരുമാനമെടുത്തു തന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് പോകുമെന്ന്. വിമാൻ തോ ചോടോ ടാക്സി യാ ബസ് കി യാത്ര ബി സുരക്ഷിത് നഹി ബച്ചി തി. അതായത് വിമാനം തന്നെ വിട്ടുകളയൂ. കാരണം വിമാനമല്ല, ഒരു ടാക്സിയോ ബസ്സിലോ ഉള്ള യാത്ര പോലും ഒട്ടും തന്നെ സിറിയയിലേക്ക് പോകുന്നത് ഒട്ടും തന്നെ സുരക്ഷിതമല്ലായിരുന്നു. ഏക് അജ്നബി കെ സാമനെ വഹ് യഹ് സബ് ബോൾ രഹി തി. ഒരു സ്ട്രേഞ്ചർ, തികച്ചും സ്ട്രേഞ്ചറായ എന്റെ മുന്നിലാണ് അവൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. മേ ഇസെ സമജ്നെ കി കോശിഷ് കർ രഹി തി. ഞാനാണെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കി എടുക്കാനുള്ള പ്രയാസത്തിലുമായിരുന്നു. ഓർ മുജെ യഹ് സുൻകർ അച്ഛാ ഹി ലഗ രഹാ താ. പക്ഷെ എനിക്ക് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കാൻ സന്തോഷമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. उसके मुश्किल के आगे मेरे विमान के लेट होने वाली समस्या चीटी के बराबर लगने लगी. അതായത് അവളുടെ ഈ കഷ്ടപ്പാടുകളൊക്കെ നോക്കുമ്പോൾ, അവളുടെ ഈ മുഷ്കില്, അവളുടെ ഈ ബുദ്ധിമുട്ടുകളും എല്ലാം നോക്കുമ്പോൾ എൻ്റെ ഈ വിമാനം ലേറ്റ് ആകുന്നു എന്നുള്ള ഈ ഒരു പ്രോബ്ലം ചെറിയൊരു ഉറുമ്പിന്റെ അത്ര പോലും അല്ല എന്ന് എനിക്ക് തോന്നി. മുझे तो सिर्फ 24 घंटे देर സെ ആനെ വാലി ഫ്ലൈറ്റ് കി ചിന്ത തി. എനിക്കാണെങ്കിൽ ആകെ ഈ 24 മണിക്കൂർ കഴിഞ്ഞു വരുന്ന ഈ ഫ്ലൈറ്റിനെ കുറിച്ചിട്ടുള്ള ചിന്ത മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഓർ ജബ് മുംബൈ പहुंचेंगी तो एक टैक्सी वहां मेरे इंतजार कर रही होगी. ഞാൻ മുംബൈയിൽ എത്തുമ്പോൾ തന്നെ അവിടെ എനിക്ക് വേണ്ടിയിട്ട് ഒരു ടാക്സി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ബാബ ഘർ പർ ഹി മേരെ ഇന്തസാർ മേ രുക്നെ വാലെ തെ. അച്ഛനാണെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. മാനെ
घर पर गर्मा गर्म पोहे तैयार कर रही होंगी. വീട്ടിൽ അമ്മ നല്ല ചൂടുള്ള പോഹ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. മേരെ സവാൽ 24 घंटे का था पर उसका എന്റെ കാര്യം, എന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ only 24 hours-ന്റെ ഒരു പ്രോബ്ലം മാത്രമായിരുന്നു. പക്ഷെ ഇവളുടെ കാര്യമോ, അതൊന്ന് ആലോചിച്ച് നോക്കൂ. അവളുടെ ആ ഒരു പ്രോബ്ലത്തിന് മുന്നിൽ, ആ യുദ്ധത്തിന്റെ ആ സ്ഥലത്തേക്കാണ് അവൾ പോകുന്നത്. അതിന് മുന്നിൽ എൻ്റെ ഈ പ്രോബ്ലം എല്ലാം എത്ര നിസ്സാരമാണെന്ന് എനിക്ക് ആ ഒരു നിമിഷം തോന്നിപ്പോവുകയാണ് എന്ന് നമ്മുടെ ഓതർ പറയുകയാണ്. ഊപ്പർ സെ ഉസ്കെ സാത്ത് എക് ഛോട്ടാ സാ ബച്ചാ ഹെ. അതുകൂടാതെ പറയുകയാണെങ്കിൽ അവളുടെ കയ്യിൽ ഒരു ചെറിയ കുഞ്ഞുമുണ്ട്. വഹ് യുദ്ധ കെ മുഹ് ജാ രഹി ഹെ. അതാ അവൾ യുദ്ധഭൂമിയിലേക്കാണ് പോകുന്നത്. അപ്നെ മാ പിതാ കെ ഖയാൽ രഖ്നെ, തന്റെ അച്ഛനെയും അമ്മയെയും പരിചരിക്കാനായിട്ട്. ഇൻ സബ് കെ ബാവജൂദ് വഹ് ഇതനെ ശാന്ത് തി. ഇതെല്ലാം ഉണ്ടായിട്ടും, ഈ പ്രശ്നങ്ങൾ, ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടായിട്ടും അവൾ എത്ര ശാന്തയായിട്ടാണ് ഇരിക്കുന്നത്. കി മേരി കാർഡ് നാ ചലാ തോ ഉസ്നെ മുझे പാനി പേഷ് കിയ. എൻ്റെ കാർഡ് വർക്ക് ചെയ്തതായപ്പോൾ തന്നെ ഞാൻ ടെൻഷനായി. ആ സമയത്ത് പോലും അവൾ എനിക്ക് വേണ്ടി വെള്ളം വാങ്ങി തന്നു. കുഷ് ദിനോ ബാദ് ഉസി ഷഹർ കി യുദ്ധ കി ഖബർ ആനെ ലഗി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ആ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യുദ്ധത്തിന്റെ ന്യൂസ്, വീണ്ടും വാർത്തകളെല്ലാം വരാൻ തുടങ്ങി. അവൾ പറഞ്ഞ ആ നഗരത്തിലും യുദ്ധത്തിന്റെ വാർത്തകൾ വരാൻ തുടങ്ങി. ഗിർത്തെ ഘർ ഓർ ജൽത്തി ഇമാരത്തേം കി ഫോട്ടോ ആനെ ലഗി. അതായത് പൊട്ടി വീഴുന്ന വീടുകളും അതേപോലെ കത്തി നശിക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങളുടെ എല്ലാം ഫോട്ടോകൾ വരാൻ തുടങ്ങി. യാനി अब उसका शहर भी സുരക്ഷിത് नहीं रह गया. അതായത് ഇപ്പോൾ അവൾ താമസിക്കുന്ന ആ നഗരവും സുരക്ഷിതമല്ലാതായി തീർന്നിരിക്കുന്നു. മേരെ ആँखों में उसके छोटे से बच्चे की आंखें छूल गई. എന്റെ കണ്ണുകളുടെ മുന്നിൽ അവളുടെ ആ ചെറിയ കുഞ്ഞിന്റെ കണ്ണുകൾ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ അവളുടെ ആ ചെറിയ കുഞ്ഞിന്റെ കണ്ണുകൾ മിന്നി മറയുന്നതായി എനിക്ക് തോന്നി. മേനെ സോച്ച ഏസെ കിത്തനെ ഹി ബച്ചേ വഹാം ഹോങ്കെ. ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, അവിടെ എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ഓർ കിത്തനെ ഹി ബേട്ടിയാം ഹോങ്കെ. അങ്ങനെ എത്രയെല്ലാം പെൺമക്കൾ ഉണ്ടാവും. അപ്പനെ മാ പിതാക്ക ഖയാൽ രഖ്നെ. തന്റെ അച്ഛനെയും അമ്മയും പരിചരിച്ചു കൊണ്ടിരിക്കുന്ന എത്ര പെൺമക്കൾ ഉണ്ടാവും. ഓർ കിത്തനെ ഹി ഹോങ്കെ ജോ ചാഹ് കർ നെഹി ജാ പായേ ഹോങ്കെ. എത്രയെല്ലാം പെൺകുട്ടികൾക്ക് തന്റെ വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും പോകാൻ പറ്റാത്തതായി എത്ര പെൺകുട്ടികൾ ഉണ്ടാവും. ഓർ കിത്തനെ പहुंच ഹി നാ പായേ ഹോങ്കെ. എത്ര പേർക്ക് അവിടെ എത്തിപ്പറ്റാതായിട്ടുണ്ടാവണം ഇൻ ട്രാവലിംഗിലോ മറ്റോ. മേനെ യുദ്ധ കോ പെഹ്ലി ബാർ ഇതനെ കരീബ് സെ ജാനാ താ. ഞാൻ ഇത്രേ അടുത്ത് ആദ്യമായാണ് ഒരു യുദ്ധത്തെ നോക്കി കാണുന്നത്. യൂ തോ യുദ്ധ ഹി ഹർ കഹാനി ഹി ബേചൈൻ കർനെ വാലി ഹോത്തി ഹെ. അതായത് യുദ്ധത്തിന്റെ എല്ലാ കഥകളും തന്നെ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നതാണ്. മഗർ ഇസ് കഹാനിനെ തോ മേരെ മൻ മേഹെ ഘർ കർ ലിയാ താ. പക്ഷെ ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ തന്നെ ചുറ്റപ്പെട്ടതായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഓരോ യുദ്ധകഥയും എത്രത്തോളം അസ്വസ്ഥത ഉളവാക്കുന്നതാണ്. ഈ കഥ എന്നിൽ ഒരു പ്രത്യേക സ്പർശം തന്നെ ഉണർത്തി. അപ്പോ നമുക്കായിട്ട് ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് മൈത്രേയി കുൽക്കർണിയാണ്. അല്ലെങ്കിൽ ഈ ഒരു ഓർമ്മക്കുറിപ്പ് നമുക്കായിട്ട് എഴുതിയിരിക്കുന്നത് മൈത്രേയി കുൽക്കർണിയാണ്. മൈത്രേയി കുൽക്കർണി കാ ജന്മ 2 दिसंबर 1988 में പൂനെ में हुआ. അതായത് മൈത്രേയി കുൽക്കർണി ജനിച്ചത് 2 दिसंबर 1988 പൂനെയിലാണ്. വേ അമേരിക്ക കെ വിശ്വവിദ്യാലയം പ്രൊഫസർ തി. അവർ അമേരിക്കയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. ഉന്നെ ഗണിത് ഓർ യാത്ര ബഹുത് പസന്ദ് ഹെ. അവർക്ക് മാത്സും അതേപോലെ യാത്രകളും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ലേഡിയാണ്. ഉസ്കോ അമേരിക്ക കെ വിശ്വവിദ്യാലയം സെ ഡോക്ടറി ഉപാധി
പ്രാപ്ത് ഹുയി. അവർ അമേരിക്കയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. ഇസ് ദൗരാൻ ദുനിയ മേ ഘൂംനെ और വിഭിന്ന സംസ്കൃതി വാലെ ലോകോം കോ സമജ്നെ അവസർ മിലെ. അങ്ങനെ ലോകം മുഴുവനും ചുറ്റാനും അതേപോലെ പല കൾച്ചറിലുള്ള അല്ലെങ്കിൽ സംസ്കൃതിയിലുള്ള ആളുകളുമായി അവരോട് സംസാരിക്കാനും അവരെ മനസ്സിലാക്കാനുമുള്ള അവസരം അവർക്ക് കിട്ടിയിട്ടുണ്ട്. उन्होंने अपने രചനാओं में इन बातों को शामिल किया है. അവർ തന്റെ രചനകളിലെല്ലാം തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ദെൻ, താങ്ക് യു.